സാങ്കല്പിക മുഖ്യമന്ത്രി കസേരയ്ക്കായി കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന പോര് ഇന്ന് കെ മുരളീധരന് പോലും തമാശയായി മാറി. ഇത്തവണ തൃശൂർ പൂരത്തിന് വെടിക്കെട്ടില്ലാത്തതിന് പകരമായിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഈ കാട്ടിക്കൂട്ടുന്നത് എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ അധികാരം വടവലി കോൺഗ്രസിൽ തുടരുകയാണ്. സാങ്കല്പിക മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയാണ് പോര് കടക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ പത്രപരസ്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കൂടുതൽ സജീവമാക്കി. ചെന്നിത്തലയ്ക്ക് വേണ്ടിയുള്ള പരസ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത്. മുഖ്യമന്ത്രി ചർച്ചയിൽ നേതാക്കൾക്കെതിരെ പരിഹാസവുമായി കെ മുരളീധരനും രംഗത്ത് വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുൻപ് സാങ്കല്പിക ലോകത്ത് നിന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ മുഖ്യമന്ത്രി ചർച്ചകൾ. രമേശ് ചെന്നിത്തലയുടെ പത്രപരസ്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കൂടുതൽ സജീവമാക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശന് അഭിവാദ്യമർപ്പിച്ച് ബോർഡുകളും പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു. KC വേണുഗോപാൽ അനുകൂലികളുടെ PR വർക്കും മറുഭാഗത്ത് പുരോഗമിക്കുകയാണ്. വിവാദങ്ങളിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദേവാദാസ് മുൻഷി VD സതീശനെ അതൃപ്തി അറിയിച്ചു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ എന്ന തലക്കെട്ടിൽ ആയിരുന്നു ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. ആലുവ, മലപ്പുറം, കണ്ണൂർ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ബോർഡുകൾ പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കിയെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. അതേസമയം മുഖ്യമന്ത്രി ചർച്ചയിൽ നേതാക്കൾക്കെതിരെ പരിഹാസവുമായി കെ മുരളീധരനും രംഗത്തെത്തി. ഇത്തവണ തൃശൂർ പൂരത്തിൽ വെടിക്കെട്ട് ഇല്ലായിരുന്നുവെന്നും അതിനു പകരമുള്ള ഒരു വെടിക്കെട്ടായി കണ്ടാൽ മതിയെന്നായിരുന്നു മുരളീധരന്റെ പ്രതികരണം. ചിലപ്പോൾ ഈ ഒഴിവുകാലത്തെ കുറച്ച് ജനങ്ങൾക്കൊരു എന്താ പറയേണ്ട ഒരു മൂഡ് ഔട്ട് ആവാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ വെടിക്കെട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അല്പം ചില വെടിക്കെട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചായിരിക്കും. പക്ഷെ അതൊന്നും പരിധി വിടില്ല, ഉറപ്പാണ്. ഒരാഴ്ചയും കൂടെ കഴിഞ്ഞോട്ടെ, നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും. ഒരാഴ്ച കാത്തിരിക്കും. അടുത്ത ആഴ്ച ഈ നേരമാകുമ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ തിരിച്ചറിയാം. എന്നാൽ ചെന്നിത്തലയ്ക്ക് അനുകൂലമായ പരസ്യം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. അത് നിങ്ങൾക്കാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത്. നമ്മൾ പറഞ്ഞ നിയന്ത്രണം നിങ്ങളും കൂടെ അംഗീകരിച്ചാൽ പ്രശ്നം തീർന്നു. പരസ്യം ഞാൻ കണ്ടില്ല. ആര് നയിക്കും എന്ന കാര്യത്തിൽ ചർച്ചകൾ തുടർന്നാൽ അച്ചടക്ക നടപടി സ്വീകരിക്കാനാണ് KPCCയുടെ തീരുമാനം. KPCCയുടെ പരസ്യ പ്രസ്താവന വിലക്ക് നിലനിൽക്കുമ്പോഴും നേതാക്കൾക്ക് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണം തുടരുകയുമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. നിർവൻ ചക്രവർത്തി ചേരുകയാണ്. നിർവൻ, ഇന്നിപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞത് താൻ രമേശ് ചെന്നിത്തലയുടെ പത്രപരസ്യം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇംഗ്ലീഷ് പത്രം നോക്കാറില്ലായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ കാണാത്തത് എന്ന് നമുക്ക് വിശ്വസിക്കാം. അതല്ലേ ഇപ്പോൾ തൽക്കാലം മാർഗമുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്താൻ പാടില്ല, നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത ദിവസമാണ് രമേശ് ചെന്നിത്തലയുടെ പത്രപരസ്യം വരുന്നത്. തീർച്ചയായും ഷമ്മി, നമ്മൾ ഇന്ന് നേതാക്കന്മാരോടുള്ള പ്രതികരണങ്ങൾ വായിക്കുമ്പോൾ ഇന്നല്ല, കഴിഞ്ഞ കുറച്ച് ദിവസക്കാലമായി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ശേഷം സാങ്കല്പിക ലോകത്ത് നിന്നാണ്. അതായത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞു, ഇനി വോട്ടെണ്ണൽ പൂർത്തിയാക്കി ഫലം പ്രഖ്യാപിക്കണം. അതിനുള്ള ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ തന്നെ സാങ്കല്പിക ലോകത്ത് നിന്ന് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മാറിയെന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഇവരാണ് കുപ്പായം തച്ച് വിവിധ തരത്തിലുള്ള PR ഓപ്പറേഷൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും പത്രപരസ്യങ്ങളിലൂടെയൊക്കെ ചെയ്യുന്നത്. അത് സംബന്ധിച്ച് KPCC ഇത്തരത്തിലുള്ള നടപടിയെ സംബന്ധിച്ച് പരസ്യ പ്രസ്താവന പാടില്ല എന്നും സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രതികരണങ്ങൾ പാടില്ല എന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അതേ സണ്ണി ജോസഫിനോട് തന്നെ ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾക്കാണ് നിയന്ത്രണം വേണ്ടത്, മാധ്യമങ്ങൾക്കാണ് നിയന്ത്രണം വേണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ മറുപടി. ഒപ്പം തന്നെ അല്പം മുമ്പ് ഷമ്മി ചോദിച്ചതുപോലെ ഇക്കാര്യങ്ങളിൽ സണ്ണി ജോസഫ് എന്തുകൊണ്ട് പത്രപരസ്യം കണ്ടില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം കണ്ടില്ല എന്ന നിഷേധമാണ് നടത്തിയത്. എല്ലാ നേതാക്കൾക്കും കാര്യങ്ങൾ അറിയാം. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നേതാക്കൾ പ്രതികരണം നടത്തിയിരുന്നു എങ്കിൽ സ്വാഭാവികമായും അവരുടെ മുന്നണിയെ വിജയത്തിന് വേണ്ടി നേതാക്കൾ നടത്തിയ PR വർക്ക് എന്ന് പറയാം. പക്ഷേ ഇതങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇതെല്ലാം വോട്ടെല്ലാം ഇലക്ട്രോണിക് മെഷീനിലാണ്. വോട്ടെണ്ണി പൂർത്തിയാക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അന്തിമ ഫലം അപ്പോൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ കോൺഗ്രസിൽ അധികാര തർക്കം മൂർച്ഛിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ എങ്ങാനും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ, കോൺഗ്രസിന് ഭൂരിപക്ഷം വരികയാണെങ്കിൽ വലിയ തർക്കത്തിലേക്കും ചേരിപ്പോരിലേക്കും കാര്യങ്ങൾ പോകും. ഓരോ സ്ഥലങ്ങളിലും നേതാക്കളും ആ നേതാക്കൾ കൂടെ നിൽക്കുന്ന PR ഓപ്പറേറ്റർമാരും വെവ്വേറെ അവരുടെ
പ്രത്യേകമുള്ള ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നേതാക്കളുടെ പിന്തുണ കൂടി ഇല്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്ര സജീവമായി നേതാക്കൾ തന്നെ ഇത്തരത്തിലുള്ള പരസ്യമായ പ്രസ്താവന നടത്തുക, ഒപ്പം തന്നെ ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുക, ഈ ദേശീയ ദിനപത്രത്തിൽ, ഇംഗ്ലീഷ് ദിനപത്രത്തിലടക്കം പരസ്യം നൽകുക. രമേശ് ചെന്നിത്തല പരസ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ സജീവമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയ നേതാവിന്റെ നാൾ വഴികൾ, അദ്ദേഹം എങ്ങനെയാണ് വിവിധ ചുമതലകൾ വഹിച്ചിരുന്നത് അതടക്കം വ്യക്തമാക്കുന്ന പരസ്യമാണ്, അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പരസ്യമാണ് നാഷണൽ ദേശീയ ദിനപത്രത്തിൽ നൽകിയത്. അപ്പോ നൃപൻ ഒരു കാര്യം, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല എംപിമാരും ഈ ആഗ്രഹവുമായി നിന്നവരൊക്കെ തന്നെ പിന്മാറിയത്. ഇപ്പോഴാണ് KC വേണുഗോപാലിൻ്റെ പേര് ഈ ഒരു സജീവമായി ചർച്ചയായി മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ KCക്ക് തന്നെ തുറന്നു പറയാം, ഞാൻ ഈ മത്സരത്തിനില്ല, എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കേണ്ടതില്ല എന്ന് KC വേണുഗോപാൽ ഒരു വരി പറഞ്ഞാൽ തീരുന്ന ഒരു വിഷയമല്ലേ. പക്ഷേ അതിന് അദ്ദേഹം ഈ നിമിഷം വരെയും തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കപ്പ കഴിക്കുന്നു, ചമ്മന്തി കഴിക്കുന്നു, ചായ കഴിക്കുന്നു, എന്നിട്ട് അതെല്ലാം റീലാക്കി ഇടുന്നു. അദ്ദേഹം പുസ്തകം എഴുതുന്നു, ആ പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തുന്നു. ഇപ്പുറത്താണെങ്കിൽ രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ വഴി, സോഷ്യൽ മീഡിയ വഴി കേരള സന്ദർശനം നടത്തുന്നു. എന്തൊക്കെയാണ് ശരിക്കും സംഭവിക്കുന്നത്? തീർച്ചയായും ഷമി, അത് ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. കാരണം ഈ നേതാക്കളുടെ അറിവോടുകൂടി അല്ലാതെ ഇത്തരത്തിലുള്ള PR അവർക്ക് നടക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം AICCയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. അദ്ദേഹത്തിന്റെ ഒരു വാക്ക് മതി, ഇത്തരത്തിലുള്ള ചർച്ചകൾ പാടില്ല, എന്റെ പേര് ഇത്തരം കാര്യങ്ങൾ വലിച്ചിഴക്കരുത്, അത്തരം ചർച്ചകൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി, സംഘടനാ നടപടി പാർട്ടി എടുക്കും എന്നൊരു നിർദ്ദേശമോ എന്നൊരു അഭിപ്രായമോ KC വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ ഇത് അദ്ദേഹത്തെ ഈ കാര്യങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായി ഈ കാര്യങ്ങളിൽ വലിച്ചിഴക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിനെതിരാണ് എന്ന കാര്യം ബോധ്യം വരും. പക്ഷേ എന്തുകൊണ്ട് KC വേണുഗോപാൽ അതിന് തയ്യാറാകുന്നില്ല? കാരണം KC വേണുഗോപാൽ നിലവിൽ ആലപ്പുഴയുടെ MP ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ മുഴുവൻ നയിച്ചതും ഇതിനു വേണ്ടിയിട്ടുള്ള AICC നിന്ന് പണമെല്ലാം എത്തിച്ചു നൽകിയതും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിച്ചത് KC വേണുഗോപാലാണ്. ഒപ്പം തന്നെ ഷമി അല്പം മുമ്പ് പറഞ്ഞതുപോലെ സ്വിഗ്ഗി കച്ചവടക്കാരന്റെ പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് യാത്ര ചെയ്യുന്നു, തൊഴിലുറപ്പ് തൊഴിലാളിക്കൊപ്പം തന്നെ കപ്പ കഴിച്ചിട്ട് അത് വീഡിയോ റീൽസ് ആക്കുന്നു, അടുക്കളയിലെ ഈ വിശേഷങ്ങളുമായി വീട്ടമ്മമാരുമായി പങ്കുവയ്ക്കുന്ന വീഡിയോ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു. ഇത്തരത്തിലുള്ള PR ഓപ്പറേഷൻ എല്ലാം എന്തുകൊണ്ട് KC വേണുഗോപാൽ നടത്തുമെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിനും എങ്ങാനും കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് നോട്ടമിട്ട് തന്നെയാണ് KC വേണുഗോപാൽ നിൽക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം AICCയിൽ പിടിപാടുള്ള നേതാവാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ തന്നെ ഏറ്റവും അടുപ്പം പുലർത്തുന്ന നേതാവാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ ആഗ്രഹം വച്ചു പുലർത്തുകയും അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യാൻ സ്വാഭാവികമായി ആ പദവിയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയും. പക്ഷേ അതിന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം UDFന് അനുകൂലമായിരിക്കണം എന്ന കാര്യം വേറെ. പക്ഷേ എങ്കിലും ആ ആഗ്രഹം വച്ചു പുലർത്തുന്ന നേതാവായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ മാറുന്നുവെന്നാണ് ദയനീയമായ കാഴ്ച. ഒപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവ് പദവി നഷ്ടപ്പെട്ടു പോകുന്നത്. അത് അട്ടിമറിയിലൂടെയാണ്. അത് അദ്ദേഹത്തെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തല അടക്കം Aയും I ഗ്രൂപ്പ് ഒന്നിച്ച് തീരുമാനിച്ചിട്ടും അട്ടിമറിയിലൂടെയാണ് VD സതീശൻ രമേശ് ചെന്നിത്തലയെ തഴഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് വരുന്നത്. തീർച്ചയായും നൃപൻ, ഇപ്പോൾ കോൺഗ്രസിന്റെ നിരീക്ഷകനായിട്ടുള്ള B റജിയും ഒപ്പം തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ M ജയചന്ദ്രനും കൂടി ചേരുകയാണ്. ശ്രീ ജയചന്ദ്രൻ, നമ്മൾ കാണുകയാണ് ഇന്ന് K മുരളീധരൻ വളരെ സർക്കാസം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത്തവണ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ നേതാക്കളുടെ പ്രസ്താവനകളും അവരുടെ അണികളുടെ റീലുകളും ഒക്കെ അത്തരമൊരു വെടിക്കെട്ടായി കണ്ടാൽ മതി. അദ്ദേഹം പോലും ഇതിനെയൊക്കെ ഒരു തമാശയായിട്ടാണ് എടുക്കുന്നത്. അദ്ദേഹത്തിന് പോലും ഒരു വിശ്വാസമില്ല ഇപ്പോഴും UDF ഒരു കരയ്ക്ക് അടുക്കും എന്ന കാര്യത്തിൽ. ശ്രീ ജയചന്ദ്രൻ. അതിത് മുരളീധരൻ തമാശയായിട്ട് ആണ് അവതരിപ്പിക്കുന്നതെങ്കിലും വാസ്തവത്തിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, രാഷ്ട്രീയ പാർട്ടി, അതിൻ്റെ നേതൃത്വം എത്ര നിസ്സഹായമായ അവസ്ഥയിലൂടെയാണ് കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്നതെന്ന് പൊതുജനങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലുൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പാർട്ടി അകപ്പെട്ടിരിക്കുന്ന അതീവ ഗുരുതരമായ ഒരു നിസ്സഹായാവസ്ഥയുണ്ട്. ഇന്നലെ
പത്രങ്ങളിലെല്ലാം KPCC പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് അടിച്ചു വരുന്ന അതേ ദിവസം തന്നെയാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ബാക്ക് പേജിൽ ഫുൾ പേജ് പരസ്യം ചെന്നിത്തലയുടെ വരുന്നത്. ലോങ് മാർച്ച് ഓഫ് എ കോൺഗ്രസ് മാൻ, ഒരു കോൺഗ്രസ്സുകാരന്റെ ദീർഘപ്രയാണം എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താവുന്ന തരത്തിലുള്ള ഒരു അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതലുള്ള KSU കാലം മുതൽ ഇതുവരെയുള്ള ആ ഒരു വഴികളെ കുറിച്ച് പറയുന്ന ഒരു ഫുൾ പേജ് പരസ്യം. അപ്പൊ അതേ പത്രത്തിലടക്കം അടിച്ചു വരുന്നുണ്ട് പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്ന KPCC പ്രസിഡന്റിന്റെ. കേരളത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാന പ്രകാരം അതിന്റെ അവസാന വാക്ക് PCC പ്രസിഡന്റാണ്. ആ PCC പ്രസിഡന്റിന്റെ വാക്കിന് പോലും പുല്ല് വരെ കൽപ്പിച്ചുകൊണ്ടാണല്ലോ രമേശ് ചെന്നിത്തല, അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ ക്ഷണിതാവാണ്, അദ്ദേഹം അടക്കമുള്ള നേതാക്കൾ ഇവിടെ പരസ്പരം പടവെട്ടുന്നത് നേരിട്ട് പറയാതെ പരോക്ഷമായി എല്ലാവരെയും അത് ബോധിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഓരോരോ നടപടിക്രമങ്ങളിലേക്ക് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആ പാർട്ടി അകപ്പെട്ടിരിക്കുന്ന അത്യന്തം ഗുരുതരമായ ഒരു നിസ്സഹായ അവസ്ഥ, ദയനീയ അവസ്ഥ കേരളീയരെ, മലയാളികളെ ആകമാനം കാണിച്ചു തരുന്നത്. ഇത് ഇനി ഇപ്പോ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ, ഒരാഴ്ച മുമ്പ് തന്നെ ഈ നിലയിലാണ് കാര്യങ്ങൾ ഇവർക്ക് പ്രകടിപ്പിക്കേണ്ടി വരുന്നതെങ്കിൽ ഇനി ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നോക്കുമ്പോൾ കോൺഗ്രസുകാർക്ക് തന്നെ പേടി വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥ കോൺഗ്രസുകാർക്ക്, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, പാർട്ടിയെ സ്നേഹിക്കുന്ന കോൺഗ്രസുകാർക്ക് വാസ്തവത്തിൽ പേടി വരുന്നുണ്ട്. എങ്ങോട്ടാണിത് ഈ നേതാക്കൾ ഈ പാർട്ടിയെ കൊണ്ടുവന്ന് ഏത് പടുകുഴിയിലേക്കാണ് തള്ളാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ അത്തരത്തിലുള്ള നിലപാടുകളുമായിട്ടാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാർ ആവർത്തിച്ച് പറഞ്ഞിട്ടും കേൾക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊടുവിലാണ് ഇന്ന് ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന KPCC പ്രസിഡന്റ് വരുന്നത്. ഇനിമേലാൽ എന്ന് പറഞ്ഞ അടുത്ത വടിയെടുത്തു കഴിഞ്ഞു അദ്ദേഹം. ഇന്നലെ വേറൊരു ഇനിമേലാൽ വന്നു, അത് കഴിഞ്ഞാണ് ഇനി വേറൊരു ഇനിമേലാൽ വരുന്നത്. ഇങ്ങനെ എത്ര ഇനിമേലാൽ നമ്മളിൽ കേൾക്കാനിരിക്കുന്നു എന്നതാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു മുരളീധരൻ പറഞ്ഞത് ഇതൊക്കെ ഒരു തമാശാണ്. ആരുടെ KPCC പ്രസിഡന്റിന്റെ ഇനിമേലാൽ മുന്നറിയിപ്പുകളും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് നേതാക്കളുടെ അവരുടെ അണികളിലൂടെയുള്ള ഓരോ തരത്തിലുള്ള പ്രക്ഷേപണങ്ങളും ഒക്കെ നടക്കുന്നത് ഒരു തമാശ മാത്രമാണ്. കോൺഗ്രസ് പാർട്ടി ആകെ മൊത്തത്തിൽ ഒരു തമാശയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ശ്രീ ജയചന്ദ്രൻ, റജിയെ കൂടിയും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. റജി, ഈ രമേശ് ചെന്നിത്തലയുടെ ഒരു പേജ് വരുന്ന പരസ്യം, ഞാൻ അതിനെ നിരീക്ഷിക്കുന്നത് ഒരു ഭാഗത്ത് ഹൈക്കമാൻഡിൻ്റെ എല്ലാ പിന്തുണയുമുള്ള KC വേണുഗോപാൽ, മറ്റൊരു ഭാഗത്ത് ഈ പറയുന്നത് പോലെ കേരളത്തിലെ ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണയുള്ള VD സതീശൻ. ഇവരുടെ ഇടയ്ക്ക് ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും പരസ്യമോ അതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊടുക്കാതെ രമേശ് ചെന്നിത്തലയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു പരസ്യം കൊടുത്തതാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സണ്ണി ജോസഫ് പറഞ്ഞത് ഞാൻ ആ പരസ്യം കണ്ടില്ല, അത് ഇംഗ്ലീഷ് പത്രത്തിലാണ് കൊടുത്തത്. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം ചിലപ്പോൾ അറിയാൻ വഴിയുണ്ടാകില്ല എന്നൊരു സൂചന കൂടി അതിലില്ലേ? നോക്കൂ ശ്രീ ഷമി, ഇത് അങ്ങേപോലുള്ള പത്രമാധ്യമ പ്രതിനിധികളുടെ ചില സങ്കല്പങ്ങൾ മാത്രമാണ്. കോൺഗ്രസ് എന്ന ജനാധിപത്യ പാർട്ടിയെ സംബന്ധിച്ച് ആശയവിനിമയങ്ങളും ചർച്ചകളും സ്വതന്ത്രമായ ചിന്തകളും എല്ലാ കാലഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് ഇനി 6 ദിവസം കൂടി കഴിയുമ്പോൾ പുറത്തു വരും. ഈ 6 ദിവസത്തിനിടയിലുള്ള ഒരു അവസരമാണ് ഇപ്പോഴുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ നേതാക്കളെ അവരോട് സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ അണികൾ പരസ്പരം അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലുമൊക്കെ അവര് അതുവഴി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച മാത്രമാണ് ഇവിടെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേതാക്കൾ ചർച്ച ചെയ്യരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ കേരള KPCCയുടെ പ്രസിഡന്റ് ബഹുമാനായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫും അക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് പ്രസ്താവനകൾ നടത്താൻ പാടില്ല, അഭിമുഖങ്ങൾ നടത്താൻ പാടില്ല, സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ പോലും ഒഴിവാക്കണം, അല്ലാത്ത പക്ഷം അത് അച്ചടക്ക നടപടി ക്ഷണിച്ചു വരുത്തും, അല്ലെങ്കിൽ അച്ചടക്ക നടപടി അത്തരത്തിൽ നിർദ്ദേശങ്ങളെ മറികടക്കുന്നവർക്കെതിരെ സ്വീകരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നിലവിലെ
കോൺഗ്രസിന്റെ സിറ്റുവേഷൻ. ഇവിടെ ഈ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ പൗരന്മാർ, ഒരുപക്ഷെ ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവർ അവരുടെ ചില അഭിപ്രായങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പങ്കുവയ്ക്കുന്ന ഒരു ചിത്രമാണ് ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിനകത്ത് ഔദ്യോഗികമായി കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാക്കൾ എനിക്ക് ആ കാര്യത്തിൽ അങ്ങ് പറയുന്നതിനെ ഞാൻ ഒരു പരിധിവരെ ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ എൻ്റെ ഒരു സംശയം, ഈ KC വേണുഗോപാലിനെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇങ്ങനെ ഉയർത്തി കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞുകൂടെ, എന്നെ ഈ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ടതില്ല, ഞാൻ ഇവിടെ കളിക്കാരനല്ല എന്നൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ പറയുന്ന പോലെ ഓരോ ദിവസവും കപ്പയും ചായയും ഒക്കെ കുടിക്കുന്നതിൻ്റെ റീലുകൾ നിരന്തരമായി ഇടുകയാണ്. ഒപ്പം തന്നെ പുസ്തക പ്രകാശനം നടക്കുന്നു ഇതിൻ്റെ സൈഡിൽ കൂടെ. ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകില്ലേ റെജി? അതിനെ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ എന്തുകൊണ്ട് KC വേണുഗോപാലിന് കഴിയുന്നില്ല? കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ശ്രീ KC വേണുഗോപാൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതുക, അല്ലെങ്കിൽ സാഹിത്യ രംഗത്തേക്ക് വരിക, അദ്ദേഹത്തിന്റെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുക എന്നൊക്കെ നന്നായിട്ട് പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ അകത്തൊന്നും സംശയമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇത്തരം ഒരു ചർച്ചയിലേക്ക് ഞാനില്ല എന്നൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നില്ലല്ലോ. അതെന്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ കളിക്കാരനല്ല, എൻ്റെ ചുമതല ഇതല്ല, ഞാൻ ഇവിടെ മത്സരിച്ചിട്ടില്ല എന്നൊരു വാക്ക് അദ്ദേഹത്തിൽ നിന്ന് വന്നാൽ കാര്യങ്ങൾ വ്യക്തമാകുമല്ലോ. എന്തിനാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? നോക്കൂ, അതിനുള്ള കാരണം എന്താണെന്ന് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് വ്യക്തമായ സംവിധാനമുണ്ട്, അതിനൊരു രീതിയുണ്ട്, അതിനൊരു കീഴ്വഴക്കമുണ്ട്. അതനുസരിച്ചാണ് സ്വാഭാവികമായിട്ടും ഏത് സംസ്ഥാനത്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർലമെന്ററി പാർട്ടി അതിന്റെ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. 1979 UDF സംവിധാനം കേരളത്തിൽ ഉണ്ടായതിനു ശേഷം 8 തവണ ഇവിടെ കേരളത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഈ സംവിധാനം അനുസരിച്ച്. അപ്പൊ അത്തരത്തിൽ ഒരു സംവിധാനം വഴി കേരളത്തിൽ കോൺഗ്രസിന്റെ CLP ലീഡറെ തെരഞ്ഞെടുക്കും. ഇതിൽ ആർക്കും ഒരു അവ്യക്തതയില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവാകേണ്ടത് ആരാണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുറേ വ്യക്തതയുണ്ടല്ലോ. സംഭവിച്ചതൊക്കെ നമുക്ക് അറിയാം. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ ജയചന്ദ്രൻ, അദ്ദേഹം ഇപ്പോൾ നമ്മുടെ റെജി പറയുന്നത് ഇതെല്ലാം കോൺഗ്രസിൻ്റെ ഒരു രീതിയാണ്, അണികളുടെ ഒരു ആവേശമാണ് ഇത്തരത്തിൽ പല രീതിയിൽ പുറത്തേക്ക് വരുന്നത്, അല്ലാതെ നേതാക്കന്മാർ അതിൽ തൽപരരല്ല, അവർക്ക് അതിൻ്റെ അകത്ത് വലിയ താല്പര്യവുമില്ല, അവരെ അറിയുന്നുമില്ല എന്നാണ്. വളരെ നിഷ്കളങ്കമായ അണികളുടെ ഒരു രീതിയാണ് എന്ന് കാണാൻ കഴിയുമോ? ഞാൻ റജിയെ കുറ്റപ്പെടുത്തില്ല, കാരണം അങ്ങനെ റജിയെ കൂടുതൽ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ക്ഷമേ, ഞങ്ങൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇക്കാര്യങ്ങൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ഞാനും റജിയും പല ചാനലുകളിലും എന്ന് തന്നെ പറയാം. ഇപ്പോ ഇന്ന് റജി പറയുന്നത് അതിശയമില്ലാതെ ഞാൻ പറയാൻ കാര്യം, കുറ്റപ്പെടുന്നില്ല പറയാൻ കാര്യം, ഇന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞ ഒരു വിചിത്രമായ വാദം ശ്രദ്ധിച്ചില്ലേ? മാധ്യമങ്ങൾക്കാണ് പഴി, മാധ്യമങ്ങളാണ് ഇതിന്റെ എല്ലാ ഉത്തരവാദികൾ, അതല്ലാതെ കോൺഗ്രസ് പാർട്ടിയോ ആ പാർട്ടിയുടെ സംഘടനാ സംവിധാനമോ നേതാക്കൾ സ്വയം അവലംബിക്കേണ്ടതായ ചില മര്യാദകളോ ഒന്നുമല്ല പ്രസക്തമായിട്ടുള്ളത്. മാധ്യമങ്ങൾ സ്വയം അച്ചടക്കം പാലിക്കാത്തതാണത്രേ ഇതിൻ്റെയൊക്കെ കുഴപ്പം. അതുകൊണ്ട് മാധ്യമങ്ങൾ ചട്ടം പഠിച്ചാൽ മതി, ചട്ടം പാലിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കോൺഗ്രസിലെ എന്ന് പറഞ്ഞ് ഒഴിയുന്ന ആ ഒരു കുരുട്ട് ന്യായമുണ്ടല്ലോ, ആ ന്യായത്തിന്റെ വലിയ ഒരു എന്താ പറയേണ്ടത്, ഒരു ആ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന് ചുമലിലേറ്റിട്ടുള്ള വലിയൊരു പാപഭാരം, ആ പാപഭാരം മാധ്യമങ്ങളുടെ മേലേക്ക് ഇറക്കി വെക്കുകയാണ് KPCC പ്രസിഡന്റ് ഇതുവഴി ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത്രമേൽ അപഹാസ്യനാവുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘടനയുടെ സംസ്ഥാന സംവിധാനവും എന്നുള്ളതെങ്കിലും കഴിയില്ലെങ്കിലും റജി ഒന്ന് ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ നല്ലതാണ്, പറ്റുമെങ്കിൽ. അത് ആ തരത്തിലല്ലേ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ വന്നു പോകുന്നത്. ആരാണെന്നേ ഇവിടെ പറയാൻ, മാധ്യമങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മാധ്യമങ്ങൾ മറ്റേ എതിർ രാഷ്ട്രീയ കക്ഷികളാണോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? എല്ലാം ചെയ്യുന്നത് ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ്. അവരെ അനുകൂലിക്കുന്നവർ, അവരെ പിണിയാളുകളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. പിന്നെ അവരെ അനുകൂലിക്കുന്ന കുറെ മാധ്യമങ്ങളുണ്ട്.
ആ മാധ്യമങ്ങൾ പിന്നെ ഇവരിൽ ആര് വേണം എന്ന് തരാതരം പോലെ വീതിച്ചു വെച്ചിരിക്കുകയാണല്ലോ. ആ വീതിച്ചു വെച്ചിരിക്കുന്നവർ അവരവരുടെ സ്ഥാനാർത്ഥികളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഓരോ പ്രൊമോഷണൽ സംഗതികളുമായിട്ട് ഇറങ്ങും. അതിൻ്റെ ഒരു പ്രൊമോഷണൽ സാധനമാണ് ഇന്നലെ വന്ന ഒരു സാധനം. അതിനു മുമ്പ് മറ്റ് പത്രങ്ങളിൽ ഇതുപോലെ നിരന്തരം വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? സാധാരണഗതിയിൽ വോട്ടെടുപ്പ് വരെ ഇതൊക്കെ നടക്കും, നമുക്ക് മനസ്സിലാവും. അതൊക്കെ പ്രൊപ്പഗണ്ട അങ്ങനെ തന്നെ വരും. അത് നമുക്ക് അറിയുകയും ചെയ്യാം, ഉൾക്കൊള്ളുകയും ചെയ്യാം. പക്ഷെ വോട്ടെടുപ്പിന് ശേഷം വോട്ടെണ്ണുന്നതിന് മുമ്പുള്ള ആ ഇടവേളയിൽ ഇത്തരത്തിൽ പിന്നെ നിറവില്ലാത്ത തരത്തിലുള്ള ഒരു ലോബിയിങ്, ഇത് പച്ചക്കുള്ള ലോബിയിങ് ആണല്ലോ ഇത്. പക്ഷെ ആ ലോബിയിങ്ങിന് ഒരു നിറവ് വേണ്ട റജി. അവിടെയാണ് പിന്നെ കോൺഗ്രസ്സുകാർ തന്നെ ചോദ്യം ചെയ്യുന്നത്, എന്ത് പണിയായത്? അവസാനം അവർ പറയുന്നത് കേട്ടിട്ട് നിവർത്തിയില്ലാഞ്ഞിട്ടാണല്ലോ പിന്നെ ഈ ലീഗ് പാണക്കാട് സാദിഖലി തങ്ങൾ പിന്നെ മിനിയാന്ന് പറഞ്ഞു, ഇന്നലെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പക്ഷെ അതുകൊണ്ടൊന്നും അടങ്ങില്ല എന്നുള്ളതിന്റെ സൂചന എങ്ങനെയാണ് പിന്നെയും തുടരുന്നത്? VM സുധീരൻ പറയുന്നു അതിന് യോഗ്യത ഉണ്ടെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഇനിയും കേരളത്തിന് സുപ്രധാന പദവികൾ വഹിക്കാനുള്ള യോഗ്യത ഉണ്ട്, അദ്ദേഹം പരമയോഗ്യനാണ് അക്കാര്യത്തിൽ എന്ന് സർട്ടിഫൈ ചെയ്യുകയാണ് VM സുധീരൻ. ഇടയ്ക്ക് ഇലക്ഷൻ കാലത്തായിരുന്നല്ലോ ഇദ്ദേഹം പറഞ്ഞത്, PJ കുര്യൻ പറഞ്ഞത് അദ്ദേഹത്തിന് അവകാശമുണ്ട്, അടുത്ത മുഖ്യമന്ത്രി ആകേണ്ടത് അത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ഇരുത്തിക്കൊണ്ട് പറയുകയാണ്, വേദി ഇരുത്തിക്കൊണ്ട്. അതിനു മുൻപ് തന്നെ മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ പറയുന്നു, ഒരു ചർച്ച വന്നാൽ ഞാൻ പിന്താങ്ങുക. ഏതാ ഇലക്ഷന് ശേഷം വന്നു കഴിഞ്ഞാൽ KC വേണുഗോപാലിനെയാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ K. സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കസേരകളി സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായി തന്നെ തുടരുകയാണ്. UDF-ൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് അവകാശികൾ കൂടുകയാണ്. മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി കോൺഗ്രസിൽ പോര് രൂക്ഷമായിരിക്കെ PK കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന പരസ്യ പ്രസ്താവനയുമായി SMF നേതാവ് അസ്ലം മഷ്ഹൂർ ചെമ്മാട് ദാറുൽ ഹുദയിൽ നടന്ന SMF ഗോൾഡൻ ജൂബിലി പ്രഖ്യാപന വേദിയിലായിരുന്നു മഷ്റൂമിന്റെ പ്രതികരണം. അൽഹംദുലില്ലാ, ഈ സമയം എനിക്ക് തന്നത് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അതുപോലെ തന്നെ 4-ാം തീയതി ദുബൈയിലെ പെട്ടി പൊളിക്കുകയാണ്. അത് ഇൻഷാ അല്ലാഹ് അള്ളാഹു ഹൈറാക്കി തരട്ടെ. നമ്മളെ ബഹുമാനപ്പെട്ട ഇനി അടുത്തതിന് വരുമ്പോൾ മുഖ്യമന്ത്രി ആയിട്ട് വരട്ടെ നമ്മൾ കുഞ്ഞാലിക്കുട്ടി. ഇൻഷാ അല്ലാഹ് എല്ലാം അത്രേ പറയാനുള്ളൂ. വരുന്നിട്ട് കാണാം. 4-ാം തീയതി ഞാൻ പാണക്കാടുണ്ടാവും. PJ അരുൺ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അരുൺ, ഈ മുസ്ലിം സുന്നി ഫെഡറേഷൻ അങ്ങനെയാണെന്ന് തോന്നുന്നു ഈ SMF-ന്റെ പൂർണ്ണരൂപം. അപ്പോൾ അവരുടെ ഒരു ആവശ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം വേണം, PK കുഞ്ഞാലിക്കുട്ടി തന്നെ മുഖ്യമന്ത്രിയാകണം. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? ഷമി, കോൺഗ്രസിൽ തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പിടിവലിയും സംഘർഷവും തുടരുന്നതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഈ മുസ്ലിം ലീഗിന് ഇടയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിശബ്ദത, ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളിൽ ഉണ്ടാവുന്നത്. നേരത്തെ നമുക്കറിയാം, പല കോണുകളിൽ നിന്നായി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പല നേതൃത്വ നിരയിൽ ഉള്ളവർ തന്നെ പല രീതിയിലുള്ള അവകാശവാദങ്ങളും മറ്റും ഉന്നയിക്കുന്നു. അതിനെല്ലാം ഇടയിലാണ് മുസ്ലിം ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട പോഷക സംഘടനയുടെ ചടങ്ങിൽ ഇതിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഉണ്ടാവുന്നത്, അയാളുടെ ഒരു അഭിപ്രായം ഉണ്ടാവുന്നത് അടുത്ത മുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടി ആവണമെന്നാണ് സുന്നി മഹൽ ഫെഡറേഷൻ നേതാവ് അസ്ലം മഷൂർ തങ്ങളുടെ ആഗ്രഹം. ചെമ്മാട് ദാറുൽ ഹുദയിൽ നടന്ന SMF-ന്റെ ഗോൾഡൻ ജൂബിലി പ്രഖ്യാപന വേദിയിലായിരുന്നു ഈ ഒരു അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ ഒരു പരിപാടികളിൽ കൂടിയിരിക്കുന്നവരുടെയും നേതാക്കളുടെയും മുന്നിൽ പ്രകടിപ്പിച്ചത്. PK കുഞ്ഞാലിക്കുട്ടിയെ വേദിയിലിരുത്തിയാണ് അദ്ദേഹം ഇങ്ങനൊരു പരാമർശം നടത്തിയത്. മുസ്ലിം ലീഗിന്റെ പാണക്കാട് പ്രസിഡന്റ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ അടക്കം മുതിർന്ന മുസ്ലിം ലീഗ് നേതാക്കളെല്ലാം സന്നിഹിതരായിരുന്നു. തങ്ങളിന് ശേഷവും ഈ ഇതുപോലെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം സംസാരിക്കാനും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ പോലും SMF ഭാരവാഹിയുടെ പരാമർശം ആരും തിരുത്തിയതുമില്ല. അതിൽ ഒരു തികഞ്ഞ ഒരു നിശബ്ദത തന്നെയാണ് പാലിച്ചത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഇനി ഒരാഴ്ച മാത്രമാണ് നിയമസഭയുടെ
ഈ ഒരു ഫലം പുറത്തു വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF-ൽ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ചയായിരിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പിടിവലിയും വാഗ്വാദങ്ങളുമായിരിക്കും ചൂടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അണികൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കൾ തമ്മിലുള്ള വാഗ്വാദങ്ങളിലും അവകാശവാദങ്ങളിലും തീർച്ചയായും അരുൺ, എന്തായാലും PK കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ക്ലെയിം UDF-ൽ ഉയർന്നു വരുന്നുണ്ട്. അതിന് എത്രമാത്രം പിന്തുണ കിട്ടും എന്നുള്ളത് പിന്നത്തെ കാര്യം. ഇപ്പോൾ റജി കൂടി തുടരുകയാണ്. റജി, നിങ്ങളുടെ കോൺഗ്രസ്സിലെ തമ്മിൽ തല്ല് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരവകാശി കൂടി വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. എന്താണ് പറയാനുള്ളത്? നോക്കൂ ശ്രീ ഷമി, ഈ കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 കോടിയിലധികം വോട്ടർമാരുണ്ടായിരുന്നു, 2 കോടി പ്ലസ്. അതിലെ വോട്ട് ചെയ്ത ഓരോ വ്യക്തിക്കും തങ്ങളെ ഭരിക്കുന്ന തങ്ങളുടെ നേതാവ് സംസ്ഥാനത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്ന് ആഗ്രഹിക്കാനും അത് സാമൂഹ്യം അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ അത് പ്രകടിപ്പിക്കുവാനുമുള്ള അവകാശം ആരും നിഷേധിക്കപ്പെട്ടിട്ടില്ല. അങ്ങേക്കും എനിക്കും ഒക്കെ നമുക്ക് ആഗ്രഹിക്കാം, അത് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ അതിനെ കാണേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം UDF എന്ന ഒരു സംവിധാനത്തെ സംബന്ധിച്ച് അതില് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് വ്യക്തമായ, കൃത്യമായ, ദീർഘകാലമായി തുടർന്നു വരുന്ന കീഴ്വഴക്കങ്ങൾ അനുസരിച്ചുള്ള സംവിധാനമുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് കൂടുതൽ ഒരു വാദപ്രതിവാദത്തിലേക്ക് നമ്മൾ പോകുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള അർത്ഥമുണ്ടെന്നും ഞാൻ കരുതുന്നില്ല. ഇവിടെ ബഹുമാന്യനായ നമ്മുടെ ജയചന്ദ്രൻ സാർ, അദ്ദേഹം ദീർഘകാലമായി ഈ നിരീക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന പരിണതപ്രജ്ഞനായ ഒരു നിരീക്ഷകനാണ്. അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൂലങ്കക്ഷമായി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയും കൃത്യതയോടുകൂടി നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളെ ഒക്കെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ എനിക്ക് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിനോട് എന്റെ ഒരു അഭിപ്രായ വ്യത്യാസം ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കാരണം, അദ്ദേഹം കോൺഗ്രസിലെ തമ്മിൽ തല്ല് അല്ലെങ്കിൽ കോൺഗ്രസിലെ വിവാദങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അറിയാം അതിന്റെ റീസൺ എന്താണെന്ന്. കാരണം അദ്ദേഹം എപ്പോഴും ഒരു കേഡർ പാർട്ടിയുമായിട്ടാണ് കോൺഗ്രസിനെ താരതമ്യം ചെയ്യുന്നത്. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പാർട്ടിയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. അഭിപ്രായം പറയുന്നതിന് വിലക്കില്ല. സംഘടനയുടെ അച്ചടക്കം ലംഘിക്കരുത് എന്നുള്ളതിനപ്പുറം ഈ കോൺഗ്രസിന്റെ മാത്രം ആളുകളുടെ വോട്ടല്ല കോൺഗ്രസിന് ലഭിക്കുന്നത്. ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ, അതായത് ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, നാടിന്റെ നന്മയെ ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളാണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക്. അവരുടെ അഭിപ്രായത്തെ കോൺഗ്രസിന്റെ ഏതെങ്കിലും തമ്മിൽ തല്ലായി ചിത്രീകരിക്കുന്നതിൽ അർത്ഥമില്ല. അത് ഒരു കേഡർ പാർട്ടിയും ഒരു ജനാധിപത്യ പാർട്ടിയും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ജനാധിപത്യ പാർട്ടികളിൽ ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ഉണ്ടാവുകയും അവരുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും അവർ പരസ്യമായി പ്രകടിപ്പിക്കുകയും, എന്നാൽ നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ എത്രയോ ഘട്ടങ്ങളിൽ, അവസരങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി, വിവാദങ്ങൾ ഉണ്ടായി. പക്ഷെ അതിനെയൊക്കെ ഫലപ്രദമായി നേരിടുകയും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ എല്ലാം കെട്ടടങ്ങുകയും ചെയ്തിട്ടുള്ള കാഴ്ച ഈ അടുത്ത സമയങ്ങളിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ലേ? അതാണ് ഒരു ജനാധിപത്യ പാർട്ടിയുടെ പ്രത്യേകത. അപ്പൊ ഇത് തന്നെയാണ് കോൺഗ്രസിന്റെയും പ്രത്യേകത. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചുള്ള ചർച്ചയുടെ മറ്റൊരു വശത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ മാധ്യമങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ജനാധിപത്യപരമായി അങ്ങേയറ്റത്തെ പ്രബുദ്ധതയുള്ള ഒരു ജനങ്ങളാണ്. അവർ രാഷ്ട്രീയത്തെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവരാണ്. രാഷ്ട്രീയ വാർത്തകളിൽ ഏറെ കൗതുകമുണ്ട്. അപ്പൊ ഈ ഇലക്ഷൻ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ ജനാധിപത്യം ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ മാത്രം സ്ഥാനങ്ങളിലേക്ക് വരും എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ കോൺഗ്രസിൽ? നോക്കൂ, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ പലപ്പോഴും പല രീതിയിലുള്ള തീരുമാനങ്ങൾ ഹൈക്കമാൻഡ് കൈക്കൊണ്ടിട്ടുണ്ട്. അതൊക്കെ രാജ്യത്തിന്റെ നന്മയ്ക്കും നാടിന്റെ നന്മയ്ക്കും വേണ്ടി എല്ലാവരും കൂടിയാലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ്. നമ്മൾ ഓരോ ഘട്ടത്തിലും ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ആ കാലഘട്ടത്തിലെ ജനങ്ങൾ അതിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്തായാലും ജനഹിതം മാനിക്കാതെ ഒരു തീരുമാനം കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു ബഹുജന സംഘടനയ്ക്ക് എടുക്കാൻ കഴിയില്ല. അപ്പൊ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ
വിവാദങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത് റെജി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചവരല്ലേ ഈ പറയുന്ന മുഖ്യമന്ത്രി മന്ത്രി സ്ഥാനങ്ങളിലേക്ക് വരേണ്ടത്? അങ്ങനെയല്ലേ ഉണ്ടാകൂ? അങ്ങനെ മാത്രമേ ഉണ്ടാകൂ എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നോക്കൂ ശ്രീ ഷമ്മി, അങ്ങ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഈ പറഞ്ഞ എന്താണ് ഭരണ സംവിധാനത്തിന്റെ രൂപീകരണത്തെ സംബന്ധിച്ചുള്ള ചരിത്ര പശ്ചാത്തലങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ പലവിധ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായി അങ്ങേക്ക് തന്നെ അതുപോലെ ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോൾ AK ആന്റണി മുഖ്യമന്ത്രിയായി വന്നിറങ്ങുന്ന പോലത്തെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ കെ കരുണാകരൻ രാജിവെച്ച് 77-ൽ അദ്ദേഹം AK ആന്റണി ആദ്യം മുഖ്യമന്ത്രിയാകുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെ കരുതുന്നുണ്ടോ താങ്കൾ? ശ്രീ ഷമ്മി, ആ ഒരു സാങ്കല്പികമായിട്ടുള്ള ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒരു 6 ദിവസം കൂടി അങ്ങ് ക്ഷമിച്ചാൽ മതി. 6 ദിവസം കഴിയുമ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിനെ അടിസ്ഥാനമാക്കി മാത്രമാണ് അത്തരത്തിലുള്ള ചർച്ചകൾക്ക് പോലും പ്രസക്തിയുള്ളൂ. ഇപ്പോൾ ഒരു ഉത്സവ കാലഘട്ടമാണ്. അതായത് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ഇത്തരത്തിലുള്ള ചർച്ചകളെ ആളുകൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ന്യൂസ് ചാനലുകളെ സംബന്ധിച്ച് അവരുടെ ഒരു ഡ്രൈ പീരീഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊരു കാര്യമുള്ളത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ റെജി, ഈ പറയുന്നത് പോലെ നമ്മുടെ 3-4 MP-മാർ മത്സരിക്കാൻ നിന്നു. KS സുധാകരൻ അതിനുവേണ്ടി എന്തെല്ലാം ദില്ലിയിലടക്കം നടത്തിയ സമരം കട്ടിക്കൂട്ടിയത് നമ്മൾ കണ്ടതാണ്. അതെല്ലാം അവിടെ അവസാനിപ്പിച്ച വിഷയമാണ്. അതേസമയം തന്നെ KC വേണുഗോപാൽ ഈ പറയുന്നത് പോലെ ഈ CM ക്ലെയിമുമായി ഇങ്ങനെ നിൽക്കുന്നു എന്നൊരു പ്രതീതി അദ്ദേഹം അവകാശപ്പെട്ടതായി നമ്മൾ കാണുന്നില്ല. അദ്ദേഹം ആ രീതിയിൽ ഏതെങ്കിലും ഒരു ക്ലെയിം വെച്ചതായും കാണുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരെ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരെ കൊണ്ട് കൃത്യമായ അത്തരമൊരു മെസ്സേജ് സമൂഹത്തിലേക്ക്, കോൺഗ്രസിലേക്ക് പടർത്തിവിടാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അവിടെയാണ് ഞാൻ ചോദിച്ചത്, ഈ പറയുന്ന പോലെ ചില ആൾക്കാർക്ക് അവസരം നിഷേധിക്കപ്പെടുകയും മറ്റൊരാൾക്ക് ആ ഒരു അവസരം കിട്ടുകയും ചെയ്യും. ഇപ്പോൾ MK രാഘവൻ പറഞ്ഞിട്ടുണ്ട്, ഈ വോട്ടെണ്ണൽ കഴിയട്ടെ, എനിക്ക് കുറച്ച് പറയാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പലരും ഇതുപോലെ മനസ്സിൽ അടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടാണ്. അങ്ങയുടെ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഇന്ന് ബഹുമാന്യനായ KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? മാധ്യമങ്ങൾക്കാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യഗ്രത. അതിന്റെ കാരണം എന്താണ്? മാധ്യമങ്ങൾക്ക് വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ പ്രേക്ഷകരെ അവരുടെ ഓരോ ചാനലിലും പിടിച്ചു നിർത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത കൂടിയാണ്. നാളെ കേരളം ആര് ഭരിക്കും, ഏത് മുന്നണിയുടെ കീഴിലായിരിക്കും? അപ്പൊ സ്വാഭാവികമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാകും. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ അറിയാം, ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് ഒട്ടേറെ വ്യൂവേഴ്സ് ആണ് ഉള്ളത്. അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത് റെജി, താങ്കളിലേക്ക് ആദ്യമേ ചോദിച്ചത്. അതായത് KC വേണുഗോപാൽ ഒരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ ഈ കളിക്കില്ല, ഞാൻ അതിലെ കളിക്കാരനല്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് ഞാൻ അങ്ങയോട് ചോദിച്ചു. ഈ മാധ്യമങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നല്ലോ. ഒരു വരി അദ്ദേഹം പറഞ്ഞാൽ കൃത്യമായും അദ്ദേഹം ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാകുമായിരുന്നല്ലോ. നോക്കൂ, ഇത്തരത്തിലുള്ള വിവാദങ്ങളെ കൊണ്ടുവരുന്നത്, ഇതൊരു വിവാദ വിഷയങ്ങളാക്കി വളർത്തിക്കൊണ്ട് ഈ കേരളീയ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് ആരാണ്? ന്യൂസ് ചാനൽസ്, നമ്മുടെ വാർത്താ മാധ്യമങ്ങളാണല്ലോ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ജയചന്ദ്രൻ തുടരുകയാണ്. ശ്രീ ജയചന്ദ്രൻ, ഈ പറയുന്നത് പോലെ എല്ലാം മാധ്യമങ്ങൾക്ക് മേളിൽ വെച്ചിട്ട് വളരെ നൈസായിട്ട് റെജി ഒഴിഞ്ഞു മാറുകയാണ്. റെജി ഇപ്പോൾ അദ്ദേഹത്തിന് കഴിയുന്നുള്ളൂ. ഇന്ന് അദ്ദേഹത്തിൻ്റെ KPCCയുടെ അധ്യക്ഷനും അത് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഈ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ മാധ്യമങ്ങളല്ലല്ലോ ചെയ്യുന്നത് പിന്നെ രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിൻ്റെയും VD സതീശൻ്റെയും ഒക്കെ അനുയായികളല്ലേ? അതെ, പിന്നെ ഷമ്മി, ഇപ്പോ റജി ചർച്ച സീരിയസ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഞാൻ അതിനോട് യോജിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് പറയാം. റജി, താങ്കൾ എന്നെ കോട്ട് ചെയ്ത് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. ഈ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഇപ്പൊ ഉത്ഭവിക്കുന്നത്? ഇപ്പൊ KC വേണുഗോപാല്, VD സതീശൻ, രമേശ് ചെന്നിത്തല, ഈ 3 പേരെ മാത്രം എടുത്ത് അവരാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പദ മോഹികൾ എന്നുള്ള നിലയിൽ കേരള പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അവതരിച്ചിരിക്കുന്ന ഈ 3 പേരാണ്. ഇപ്പൊ കോൺഗ്രസ് ജയിച്ച് UDF അധികാരത്തിൽ വന്നാലും, കോൺഗ്രസ് തോറ്റ UDF അധികാരത്തിൽ നിന്ന് എത്താതെ പ്രതിപക്ഷത്ത് വന്നാലും ശരി, VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ KC വേണുഗോപാലിന് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ഇല്ല. കാരണം അദ്ദേഹം ഹൈക്കമാൻഡിൽ കരുത്തനാണ്.
തന്നെയുമല്ല, രണ്ടാമത്തെ കാര്യം, അദ്ദേഹം കേരളത്തിൽ മത്സരിച്ചിട്ടുമില്ല അസംബ്ലി ഇലക്ഷനിൽ. അതേസമയം മറ്റു രണ്ടുപേരുടെ സ്ഥിതി അതല്ല. അവര് മത്സരിച്ചു, ഒരാൾ പ്രതിപക്ഷ നേതാവും ഒരാൾ മുൻ പ്രതിപക്ഷ നേതാവുമാണ്. ഇപ്പോ ലഭിക്കാൻ ഇടയുണ്ട് എന്ന് അവരവർ കരുതുന്ന അവസരം മറ്റൊരു ഘട്ടത്തിൽ കോൺഗ്രസ് ജയിച്ചാലും തോറ്റാലും തങ്ങൾ അത് നേടിയെടുക്കാൻ വ്യഗ്രതയോടെ മുന്നിട്ട് നിൽക്കുന്നില്ലെങ്കിൽ തങ്ങളിൽ നിന്ന് ആ അധികാരത്തിന്റെ ആ സൗഭാഗ്യം തട്ടിത്തെറിപ്പിക്കപ്പെടും എന്ന് കരുതുന്നവരാണ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും. കെ.സി. വേണുഗോപാൽ അത് വേണ്ടാത്തത് അദ്ദേഹം ഹൈക്കമാൻഡിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് ഏത് സമയത്തും സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന അധികാര കേന്ദ്രമായി അദ്ദേഹം ഡൽഹിയിൽ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ ഡു ഓർ ഡൈ സിറ്റുവേഷനിലേക്ക് വരുന്നില്ല. ഇതാണ് കാണുന്നത്. ഇതിനെ അഡ്രസ് ചെയ്യാതെ കോൺഗ്രസ്സുകാർ പോയിട്ട് കാര്യമുണ്ടോ? അതിന് KPCC പ്രസിഡന്റ് മാധ്യമങ്ങളെ പരിചാരിച്ചിട്ട് എന്ത് കാര്യം? അത് ഒരു കാര്യമില്ല റജി. കാതലായ പ്രശ്നം അവിടെയാണ്. ഇപ്പോ കോൺഗ്രസ് ജയിച്ചാലും തോറ്റാലും UDF ജയിച്ചാലും തോറ്റാലും തങ്ങളുടെ കാര്യം കട്ടപ്പുകയാവരുത് എന്ന് മാത്രം ചിന്തിക്കുന്നവരാണ് ഈ രണ്ട് നേതാക്കൾ എന്നുള്ളത് അവർ അനുനിമിഷം തെളിയിക്കുകയാണ്. പല രൂപത്തിൽ, പല ഈ വേഷത്തിൽ, പലർ വഴി അതാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവർ ചെയ്യുമ്പോൾ തന്നെ, എന്നാൽ താൻ ഒട്ടും മോശക്കാരനല്ല കേട്ടോ, ഈ നിലയ്ക്കൊന്നും വരുന്നില്ലെങ്കിലും ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുക, അത് നിയമസഭാ പ്രസംഗമാണ്, പാർലമെന്റിലെ പ്രസംഗമാണ്, അതൊക്കെ അത് കമ്പയർ ചെയ്ത് പ്രസിദ്ധീകരിക്കുകയാണ്. അതിരിക്കട്ടെ. പിന്നെ ഷമീജ് സൂചിപ്പിച്ചതുപോലെ കപ്പയും മീൻകറിയും കഴിക്കുന്നതിന്റെ പടം എടുത്ത് ഫേസ്ബുക്കിൽ ഇടുക, അത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ, നിങ്ങളാരും എന്നെ മറന്നിട്ടുണ്ടാവും ഞാൻ കരുതുന്നില്ല എന്ന് മാത്രം അദ്ദേഹം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം അധികാരത്തിന്റെ ഒരു ഭാഗത്ത് ഡൽഹിയിൽ അദ്ദേഹം ഉണ്ടല്ലോ, AICC-യിൽ. പക്ഷെ മറ്റവരുടെ സ്ഥിതി അതല്ല. അതാണ് കേരളം കാണുന്നത്. അതിനാണ് കേരളത്തിലെ നിങ്ങൾ ജനാധിപത്യ വിശ്വാസികൾ എന്ന് എപ്പോഴും ആവർത്തിച്ച് പറയും. ഇപ്പൊ തന്നെ റജി 4-5 തവണ പറഞ്ഞു കഴിഞ്ഞു. ആ ജനാധിപത്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറയണം, പ്രിയപ്പെട്ട നേതാക്കൾ, ഇത് ജനാധിപത്യമല്ല, ഇത് ജനാധിപത്യത്തിന്റെ കഴുത്ത് മാറ്റിയിടുന്ന പ്രക്രിയയാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് പറയാനെങ്കിലും കഴിയണ്ട റജി. അവിടെയാണ് പ്രശ്നമുള്ളത്. ഞാനത് ആ ഒരു നിലവാരത്തിലേക്ക് എന്തുകൊണ്ട് കോൺഗ്രസ് വരുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അത് ഞാനല്ല ചോദിക്കുന്നത് കേട്ടോ, മാധ്യമങ്ങളല്ല ചോദിക്കുന്നത്. പൊതുവിൽ ആ ചോദ്യം ഉയരുന്നത് കേരളത്തിലെ വിവിധ മാധ്യമങ്ങൾ UDF-നെയും കോൺഗ്രസിനെയും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുടെ ഒരു നിരയുണ്ട്, അവരും അത് ചെയ്യുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും വരുന്ന ഒരു ചോദ്യം, അതായത് ഈ കഴിഞ്ഞ 5 വർഷങ്ങളിൽ കേരളത്തിലെ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഉണ്ടായിരുന്നത് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയുമാണ്. ഇതിപ്പോൾ ഈ മീൻ കിട്ടും എന്ന അവസരത്തിൽ ഓടി വന്ന് അത് തപ്പിക്കൊണ്ട് പോകാൻ വരുന്ന ഒരാളായി കെ.സി. വേണുഗോപാലിനെ ചിത്രീകരിക്കുന്നത് അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ കെ.സി. വേണുഗോപാലിന് കേരളത്തിൻ്റെ ഒരു സ്ഥാനം ക്ലെയിം ചെയ്യുന്നതിൽ തെറ്റൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹം കേരളത്തിലെ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാവായി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അതാണ് അതിലെ രസകരം. യൂത്ത് കോൺഗ്രസിലോ KSUവിലോ പ്രവർത്തിക്കാതെ സ്ഥാനങ്ങളിലേക്ക് വന്നവർ മാറി നിൽക്കണം എന്നൊരാവശ്യം കൂടിയുണ്ട് ജയചന്ദ്രൻ. അത് വി.ഡി. സതീശനെ ലക്ഷ്യമിട്ടാണ്. അതെ, അതാണല്ലോ അജയ് തറയിൽ പ്രക്ഷേപണം ചെയ്ത പ്രസംഗത്തിന്റെ ഉള്ളടക്കം അതാണല്ലോ പറയുന്നത്. അതങ്ങനെ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് ഷമീൻ. പക്ഷെ ഇത് പ്രശ്നം ഇതാണ്, ഇത് അനുദിനം ഇങ്ങനെ ഈ പ്രസ്താവനകൾ വന്ന് കുമിഞ്ഞു കൂടുന്നതോട് സംഭവിക്കുന്നത് ഇത് ഉണ്ടാക്കുന്ന ഒരു ദുർഗന്ധമുണ്ട്. ഇപ്പൊ തന്നെ ഈ 2-3 ദിവസത്തെ വിടുപ്പരക്കൽ അല്ലെങ്കിൽ തങ്ങളുടെ നടപടികൾ മൂലമുണ്ടാകുന്ന ദുർഗന്ധം അങ്ങേറ്റം കൂടിയതുകൊണ്ടാണ് ഇന്നലെയും ഇന്നും 2 ദിവസം അടുപ്പിച്ചടുപ്പിച്ച് KPCC പ്രസിഡന്റ് ഈ പ്രശ്നത്തിൽ പരസ്യമായി ഇടപെട്ട് നിലപാട് പറയേണ്ടി വരുന്നത്. 2 ദിവസം നിലപാട് പറഞ്ഞിട്ട് പിന്നെയും അടങ്ങുന്നില്ല, ഇത് മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് ആ ദുർഗന്ധവും അധികരിക്കുകയാണെന്ന് തന്നെയാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ കോൺഗ്രസ്സുകാര് പല്ലിട കുത്തി മണപ്പിക്കുന്ന ആരെയാണ്? സ്വയമാണ്. എന്നിട്ട് ഇനി ഒറ്റ കാര്യം കൂടെ ഉള്ളൂ പറയാൻ. നാറെന്ന് വിളിച്ചു പറയാനുള്ള ഒരു കേവലമായ ഒരു ഷോർട്ട് പീരീഡ് മാത്രമേ ഉള്ളൂ. അതുകൂടെ ഉള്ളൂ ഇനി സംഭവിക്കാൻ. ആ നിലയിലേക്ക് തരം താഴുന്നു എന്നുള്ളത്
ആ പാർട്ടി തന്നെ തിരിച്ചറിയേണ്ടതാണ്. റജിയെ തീർച്ചയായിട്ടും ശ്രീ ജയചന്ദ്രൻ, ശ്രീ റജി, നന്ദി പ്രതികരിച്ചതിന്.